സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാർ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ തലശ്ശേരി കണ്ണൂർ ഭാഗത്തെല്ലാം കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി ബീട്രൂട്ട് അച്ചാറിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു അച്ചാർ ബിരിയാണിയുടെ കൂടെയും അതേപോലെ തന്നെ നെയ്ച്ചോറിന്റെ കൂടെയും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഒരു 2 വലിയ ബീട്രൂട്ട് ഞാനൊരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അതിനുശേഷം ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചതാണിത്. 2 വലിയ ബീട്രൂട്ട്. പിന്നെ നമുക്കൊരു ചെറിയ ബീട്രൂട്ടും ഒരു 12 ഈത്തപ്പഴമാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ബീട്രൂട്ടും അതേപോലെ തന്നെ 12 ഈത്തപ്പഴവും നമുക്ക് മിക്സിയിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് നോക്കാം. ഇവിടെ ബീട്രൂട്ടും 12 ഈത്തപ്പഴവും ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ട് അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതിനുശേഷം മാത്രം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കടായി നിങ്ങൾ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, അതായത് എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ടൊന്ന് മാറ്റം വരുത്തണം. അപ്പോൾ 6 പച്ചമുളക് ഒരു മീഡിയം എരിവിനാണ്. നമുക്കിപ്പോൾ അച്ചാറൊക്കെ ആകുമ്പോൾ തീരെ എരിവ് കുറക്കാൻ പറ്റില്ലല്ലോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ എള്ളെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടും ഇതൊക്കെ ചെയ്യാം. അത് ഓരോ ആൾക്കാർ കടുക് പൊട്ടിച്ചിട്ടും ചെയ്യുന്നുണ്ട്. ഞാനിപ്പം കടുക് ഇട്ടിട്ടില്ല. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റുക, നന്നായിട്ട് വഴലണം. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ കടുക് വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും ചേർത്ത് കൊടുക്കുക. ഉലുവയും കടുകും കൂടി ഒന്നിച്ചിട്ട് നന്നായിട്ട് വറക്കുക. അതിനുശേഷം പൊടിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, മുളക് പൊടി ചേർക്കുമ്പോൾ തീ വളരെ കുറക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മുളക് പൊടി എപ്പാട് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നമ്മൾ പച്ചമുളക് ഇട്ടത് കൊണ്ടാണ് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടിയുടെ അളവ് ഒന്ന് കൂട്ടണം. അപ്പം നിങ്ങൾ എരിവിനനുസരിച്ചിട്ടൊന്ന് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മുളക് പൊടിയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറണം. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഈത്തപ്പഴവും അതേപോലെ തന്നെ ബീട്രൂട്ട് കൂട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും അതേപോലെ തന്നെ പുളിയും ഒക്കെ ഒന്ന് നോക്കണം. അപ്പം പുളിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിത് കുറേ ദിവസം വെക്കുന്നത് കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഒരുപാടൊന്നും തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി.
വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഭാഗത്തൊക്കെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ബീട്രൂട്ട് അച്ചാറാണ് ഇത്. ബിരിയാണീൻ്റെ കൂടെയും അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു കിടിലൻ കോമ്പിനേഷനാണ്. മതി പുളി കുറവാണെങ്കിൽ മാത്രം വിനാഗിരി ചേർത്ത് കൊടുക്കുക. പുളിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അടിപൊളി ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് കുപ്പിയിലേക്ക് മാറ്റിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതൊരു കുപ്പിയിലും അതേപോലെ തന്നെ ഒരു ചെറിയ ഭരണിയിലേക്കും മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ വിനാഗിരിയൊക്കെ ഒഴിച്ചതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക, ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. നമുക്ക് ബിരിയാണീൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ അച്ചാർ. അപ്പോൾ നമ്മൾ തലശ്ശേരിക്കാർക്കൊക്കെ നന്നായിട്ട് ഈ അച്ചാർ പരിചയമായിരിക്കും. കാരണം നമ്മൾ എല്ലാ കല്യാണ വീട്ടിലും പോയാലും ഈ ഒരു ബിരിയാണീൻ്റെ കൂടെ ഈ ഒരു ബീട്രൂട്ട് അച്ചാർ തന്നെ ഉണ്ടാവുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.